ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ വെയിറ്റിംഗ് ഫോർ റെയിൻ എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, What did the author notice about the passengers during the turbulence? അപ്പോൾ turbulence എന്ന് പറയുന്നത് ഇവിടെ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇളക്കം, അതിനെയാണ് ഇവിടെ turbulence എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വിമാനം ഒന്ന് ഇളകിയപ്പോൾ എന്തായിരുന്നു യാത്രക്കാരുടെ ഒരു പ്രതികരണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. The author noticed that there was a peculiar silence among the passengers. അപ്പോൾ യാത്രക്കാർ വളരെ നിശബ്ദരായി, ഇങ്ങനെ ഒരു കുലുക്കമൊക്കെ ഉണ്ടായപ്പോൾ. ആൻഡ് who were mostly young men. അപ്പോൾ യാത്ര ചെയ്യുന്നത് അധികവും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവരൊന്ന് പേടിച്ചു. They seemed anxious and gripped their seat handles tightly. അപ്പോൾ അവർ വളരെ ആശങ്കയോടെയാണ് ഇരുന്നത്. അവർ സീറ്റിൻ്റെ കൈപ്പിടിയിൽ ശക്തമായിട്ട് പിടിച്ചിരുന്നു. This seat handles tightly indicating their fear during the turbulence. അപ്പോൾ അവരുടെ ഒരു ഭയം, അതാണ് അവർ ഈ ഒരു രീതിയിൽ കാണിച്ചത്. ഇനി രണ്ടാമത്തെ ചോദ്യം, What were the young men from northern India seeking in Kerala? അപ്പോൾ നോർത്തേൺ ഇന്ത്യ, ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന യുവാക്കൾ കേരളത്തിൽ എന്താണ് അന്വേഷിക്കുന്നത്? The young men from northern India were seeking the lush greenery and vibrant landscapes of Kerala, which they believe were abundant in natural beauty. അപ്പോൾ പ്രകൃതിയുടെ ആ ഒരു ഭംഗി, സൗന്ദര്യം, അതാണ് അവരെ ഏറ്റവും കൂടുതലായിട്ട് ആകർഷിച്ചത്. അതായത് കേരളത്തിൻ്റെ ആ ഒരു പച്ചപ്പും പിന്നെ ജീവൻ തുടിക്കുന്ന ഈ ഭൂപ്രദേശങ്ങളും ഇതൊക്കെയാണ് അവരന്വേഷിച്ചത്. ഇനി മൂന്നാമത്തെ ചോദ്യം, വൈ ഡിഡ് ദ ടർബുലൻസ് മേക്ക് ദ ഓതർ ഹാപ്പി? അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഒരു കുലുക്ക വിളക്കമൊക്കെ വന്നപ്പോൾ ആകെ ഒന്ന് പേടിച്ചിരുന്നു. പക്ഷേ ഇവിടെ ഓഥർ അനിത നായർ അവർ ഈ ഒരു ഇതിനെ എങ്ങനെയാണ് കണ്ടത്? അവർ സന്തോഷിക്കുകയാണ് ചെയ്തത്, അവർക്ക് സന്തോഷമാവുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് കാരണം? The turbulence made the author happy because it indicated the presence of wind currents. അവർക്കിത് സന്തോഷമാണ്. കാരണം ഈ ഇളക്കം വരുന്നത് എന്തുകൊണ്ടാണ്? വിമാനത്തിന് ഈ ഒരു ഇളക്കം വരുന്നത് കാറ്റിൻ്റെ പ്രവാഹങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് എന്തിൻ്റെ സൂചനയാണ്? ഇറ്റ് വിച്ച് സജസ്റ്റഡ് ദാറ്റ് ദ മൺസൂൺ മൈറ്റ് ബി അപ്രോച്ചിങ്. അപ്പോൾ അത് മൺസൂൺ സീസൺ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ മഴക്കാലം വരാൻ പോകുന്നു എന്നുള്ള ആ ഒരു കാര്യം ഓർത്തിട്ടാണ് അവർക്ക് ഈ ടർബുലൻസിൻ്റെ സമയത്ത് ഒരു സന്തോഷം തോന്നിയത്. For the author, an uneventful flight would mean good weather. അപ്പോൾ ഒരു എന്താണ് സ്മൂത്തായിട്ട് ഇങ്ങനെ പോവുകയാണ്, ഒരു ഇളക്കമൊന്നും ഇല്ലാതെ പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നല്ല കാലാവസ്ഥയാണ് എന്ന് വെച്ചാൽ മഴയുണ്ടാവില്ല. പക്ഷേ ഇത്ര ഇളക്കങ്ങളൊക്കെ വരുമ്പം അതിൻ്റെ അർത്ഥം മൺസൂൺ സീസൺ അല്ലെ മഴക്കാലം വരാൻ പോകുന്നു. അതിന് മുൻപുള്ള ഇത്തരത്തിലുള്ള കാറ്റിൻ്റെ പ്രവാഹങ്ങൾ കൊണ്ടാണ് ഈ വിമാനം ഇങ്ങനെ ഇളകുന്നത്. അപ്പോൾ അതൊരു നല്ല ലക്ഷണമായിട്ട് അവർ കാണുന്നു, കാരണം അവർ മഴയെ ഇഷ്ടപ്പെടുന്നു. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദ ഓതേഴ്സ് പ്രൈമറി റീസൺ ഫോർ ട്രാവലിംഗ് ടു കേരള? ഇപ്പോൾ കേരളത്തിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്താണ്? The author's primary reason for traveling to Kerala was to renew her acquaintance with the monsoon, as she had been eagerly anticipating its arrival. അപ്പോൾ ഇവർ കേരളത്തിലേക്ക് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മഴക്കാലത്തിൻ്റെ അനുഭവം ആസ്വദിക്കാനാണ്, മൺസൂൺ സീസൺ ആസ്വദിക്കാനാണ്, അതുമായിട്ടുള്ള പരിചയം പുതുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ അതുപോലെ വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന ഒരു സംഭവമാണ് ഈ മഴക്കാലം. ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ കേരളത്തിലേക്ക് വരുന്നത്. Who did the author call every day? What was the query? എല്ലാ ദിവസവും ഓതർ ആരെയാണ് വിളിക്കുന്നത്? എന്താണ് അവരുടെ ചോദ്യം? അപ്പോൾ query എന്ന് വെച്ചാൽ ഇവിടെ ചോദ്യം എന്നാണ് അർത്ഥം. The author called her parents every day and her query was about whether it was raining in their village. This question was significant as it reflected her concern for the weather and its impact on their lives. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും അനിത നായർ മാതാപിതാക്കളെ വിളിച്ചിരുന്നു. മാതാപിതാക്കളെ വിളിക്കുമ്പോൾ അവരോട് ചോദിക്കുന്ന പ്രധാന ചോദ്യം അവിടെ മഴയുണ്ടോ, മഴ പെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ഈ ചോദ്യം കാലാവസ്ഥയും അതിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെയും കുറിച്ചുള്ള അവരുടെ ആശങ്കയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം,
Why was the first day of the month of Karkidagam a disappointment for the villagers? കർക്കിടക മാസത്തിലെ ആദ്യ ദിവസം ഈ ഗ്രാമവാസികൾക്ക് നിരാശ ഉണ്ടായത് എന്തുകൊണ്ടാണ്? എന്താണ് അതിൻ്റെ കാരണം? The first day of Karkidagam was a disappointment for the villagers because they expected heavy rain to begin. But instead, they only experienced a minor spell of reluctant rain followed by sunshine. This was not what they had hoped for at the start of the monsoon season. അപ്പോൾ കർക്കിടക മാസത്തിലെ ആദ്യ ദിവസം ഗ്രാമവാസികൾക്ക് നിരാശ ഉണ്ടാവാനുള്ള കാരണം അവർ ശക്തമായ മഴ തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ശക്തമായ മഴ ഉണ്ടായില്ല. പകരം അവർക്ക് കിട്ടിയത് ചെറിയ ഒരു ചാറ്റൽ മഴ മാത്രമാണ്. പിന്നീട് നല്ല സൂര്യപ്രകാശമൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെയിലുള്ള കാലാവസ്ഥയായി മാറി. അപ്പോൾ അതിൻ്റെ അർത്ഥം മൺസൂൺ സീസൺ ആരംഭിച്ചിട്ടില്ല, തുടങ്ങിയിട്ടില്ല എന്നാണ്. ഇത് മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിൽ ഇത്തരത്തിലുള്ള ഒന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അവർ പ്രതീക്ഷിച്ചത് ശക്തമായ മഴ പെയ്യും എന്നാണ്. അതുകൊണ്ടാണ് അവർ നിരാശരായി മാറിയത്. ഇനി അടുത്ത ചോദ്യം, where did the author expect to celebrate the onset of the monsoon? അപ്പോൾ ഇവരിവിടെ മൺസൂണിൻ്റെ ആരംഭം എങ്ങനെ ആഘോഷിക്കാമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. The author expected to celebrate the onset of monsoon in her village, Mundakottukurshi in Kerala. Mundakottukurshi in Kerala, where she had traditionally welcomed the rain. അപ്പോൾ ഇവിടെ മുണ്ടക്കോട്ടുകുറിശിയിൽ തൻ്റെ ഗ്രാമത്തിൽ മൺസൂൺ ആഘോഷിക്കാൻ ആണ് അവർ പോകുന്നത്. അവിടെ അവർ മഴയെ സ്വാഗതം ചെയ്യുകയാണ്. What, according to the author, is the impact of building concrete structures and cutting down trees on water resources? അപ്പോൾ ഈ കോൺക്രീറ്റ് നിർമ്മിക്കുകയും അതുപോലെ മരങ്ങൾ മുറിച്ചു മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ അത് വെള്ളം നൽകുന്ന സോഴ്സസിനെ എങ്ങനെ ബാധിക്കുന്നു? എന്താണ് അതിൻ്റെ സ്വാധീനം? According to the author, building concrete structures and cutting down trees has detrimental impact on water resources. It leads to a decrease in the water table and contributes to water scarcity as the natural environment is altered and less able to retain മോയ്സ്ചർ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ധാരാളം ബിൽഡിങ്ങുകളൊക്കെ പണിയുകയും കോൺക്രീറ്റ് ഘടനകൾ ഉണ്ടാവുകയും അതുപോലെ മരങ്ങൾ ഇങ്ങനെ മുറിച്ച് ഇല്ലാതാക്കുകയും ചെയ്യുമ്പോൾ അത് വെള്ളം വിഭവത്തിൻ്റെ സ്കേഴ്സിറ്റിയെ ഉണ്ടാക്കുന്നു. അത് ദോഷകരമായി അതിനെ ബാധിക്കുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയും പ്രകൃതിദത്തമായ പരിസ്ഥിതിയിൽ മാറ്റം വരികയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവാൻ കാരണമാകുന്നു. Who does the author compare the monsoon to in terms of anticipation and disappointment? അപ്പോൾ പ്രതീക്ഷയും നിരാശയും സംബന്ധിച്ച് മൺസൂൺ എഴുത്തുകാരൻ ആരോടാണ് താരതമ്യം ചെയ്യുന്നത്? ഇവിടെ മൺസൂണിനെ എന്തുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? The author compares the monsoon to a much awaited visit from a rich relative that turns into a joyless anti-climax. അപ്പം മൺസൂണിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സമ്പന്നനായ ഒരു ബന്ധു, അയാളെ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നു. പക്ഷേ അതെന്ത് സംഭവിക്കുന്നു? അയാൾ വരുന്നില്ല. അപ്പോൾ സന്തോഷമില്ലാത്ത ഒരു ആൻറ്റി ക്ലൈമാക്സിലേക്ക് അത് മാറുന്നു. ഈ ഉപമയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മൺസൂൺ എന്ന് പറയുമ്പോൾ ആളുകളുടെ പ്രതീക്ഷയും എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസമാണ്. അപ്പോൾ മൺസൂൺ ശക്തമായ മഴ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഈ രീതിയിൽ വരാതിരിക്കുന്നു. അപ്പോൾ അത് നിരാശ ഉണ്ടാക്കുന്നു. വിച്ച് ഓഫൺ this analogy highlights the high expectations people have for the monsoon, which often leads to disappointment when it fails to deliver. അപ്പോൾ ആളുകൾ ഇത്രയധികം പ്രതീക്ഷിക്കുന്നു, പക്ഷെ വിചാരിച്ച രീതിയിൽ മഴ പെയ്യുന്നില്ല. അപ്പോൾ ആളുകൾ നിരാശരാകുന്നു. അപ്പോൾ അത് വലിയ പണക്കാരനായ ഒരാളെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നു, പക്ഷെ അയാൾ വരുന്നില്ല. അതുമായിട്ട് അങ്ങനെ ഒരു സാദൃശ്യം പറയുകയാണ്. ഇനി അടുത്ത ചോദ്യം, what did the author's uncle accuse the monsoon of in the passage? അപ്പോൾ ഇവിടെ ഓഥറിൻ്റെ അങ്കിൾ മഴയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്ത് കുറ്റമാണ് പറയുന്നത്? The author's uncle accused the year's monsoon of merely creating an illusion with grey skies and rumbling thunder without actually delivering the expected rain. He felt that it had let them down. അപ്പോൾ ഇവിടെ ഈ എഴുത്തുകാരൻ്റെ അങ്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വർഷത്തെ മൺസൂൺ വെറും ആകാശം ഒന്ന് മൂടലും പിന്നെ ശക്തമായ ഇടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പ്രതീക്ഷിച്ച മഴ അത് നൽകിയില്ല.
അത് അവരെ വളരെ നിരാശരാക്കുകയാണ് ചെയ്തത്. When did the author finally hear the sound of rain? എപ്പോഴാണ് ഇവർ ശരിക്കും മഴയുടെ ശബ്ദം കേൾക്കുന്നത്? The author finally heard the sound of rain at 2 AM when the monsoon had come calling after long wait. അപ്പോൾ രാത്രി 2 മണിക്കാണ് നീണ്ട കാത്തിരിപ്പിന് ശേഷം ഈ മൺസൂൺ സീസൺ മഴയോടുകൂടി ആരംഭിക്കുന്നത്, ശക്തമായ മഴയോടുകൂടി ആരംഭിക്കുന്നത്. How does the author describe the sound and the feeling of rain? അപ്പോൾ ഈ മഴയുടെ ശബ്ദവും അനുഭവത്തെക്കുറിച്ചൊക്കെ എന്താണ് അനിത നായർ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇവർ പറയുന്നു, the author describes the sound of rain as a beautiful music that plays on her tile roof, filled with various notes and rhythms. The feeling of rain brings her a sense of well-being and joy as it signifies the arrival of the long-awaited monsoon. അപ്പോൾ ഇവർ ഇതിനെ മഴയെ പ്രതീക്ഷിക്കുന്നു, ഉറങ്ങിപ്പോകുന്നു, രാത്രി 2 മണിയാകുമ്പോൾ മഴയുടെ ശബ്ദം കേട്ടുണരുന്നു. അപ്പം മഴയുടെ ശബ്ദത്തെ തൻ്റെ ടൈൽ മേൽക്കൂരയിൽ മുഴങ്ങുന്ന മനോഹരമായ സംഗീതമായിട്ടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള നോട്ടുകളും താളങ്ങളും ഒക്കെ ആയിട്ടാണ് മഴ പെയ്യുന്നതെന്നാണ് പറയുന്നത്. മഴയുടെ അനുഭവം അവനിലൊരു എഴുത്തുകാരിയിൽ ഒരു നല്ല അനുഭവവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കുന്നു. കാരണം ഇത് ഒരുപാട് നേരം കാത്തിരുന്നതിന് ശേഷം ലഭിക്കുന്നതാണ്. കാത്തിരുന്ന് പെയ്യുന്ന ഈ മഴയാണ്, അത് അവർ എൻജോയ് ചെയ്യുകയാണ്. ഇനി അടുത്ത ചോദ്യം, why was the author afraid even to sigh in pleasure while watching the rain? അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഒന്ന് സന്തോഷിക്കാൻ പോലും അവർക്ക് പേടിയാണ് എന്ന് പറയുന്നു. മഴയെ കാണുമ്പോൾ സന്തോഷത്തിൻ്റെ ഒരു നെടുവീർപ്പിടാൻ അവർക്ക് കഴിയുന്നില്ല. എന്താണ് കാരണം? The author was afraid to sigh in pleasure while watching the rain because she feared that any expression of joy might scare the rain away. അപ്പോൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ പെയ്തുകൊണ്ടിരുന്ന മഴ നിന്നു പോകുമോ എന്നുള്ള പേടിയാണ്. അപ്പോൾ മഴയെ കാണുമ്പോൾ സന്തോഷിച്ചു കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ മഴ അത് ഇഷ്ടപ്പെടില്ല, അപ്പം മഴ നിർത്തിക്കളയും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ പറയുന്നത് അതുപോലും അവർ എക്സ്പ്രസ് ചെയ്തില്ല. ദിസ് റിഫ്ലക്ട്സ് ഹർ ഡീപ്പ് ലോങ്ങിങ് ഫോർ ദ റെയിൻ ആൻഡ് ദ ഹോപ്പ് ദാറ്റ് ഇറ്റ് വുഡ് കണ്ടിന്യൂ. അപ്പോൾ ഇവരുടെ മഴയോടുള്ള ആ ഒരു സ്നേഹവും മഴ പെയ്തുകൊണ്ടിരിക്കണമെന്നുള്ള ആഗ്രഹവും അതുപോലെ ഇത്രയും കാലത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന മഴയോടുള്ള ഇഷ്ടവും ഒക്കെയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.